ഹലോ മക്കളെ, പ്രാക്ടിക്കൽ എക്സാമിന് മുമ്പായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫിസിക്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പേടിക്കുന്ന പോലെ പ്രാക്ടിക്കൽ എക്സാം വലിയ ടഫ് ആവാനൊന്നും യാതൊരു സാധ്യതയില്ല മക്കളെ. സാധാരണഗതിയിൽ പഠിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം അഥവാ ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാം കമ്പാരിറ്റീവ്ലി കെമിസ്ട്രിയെക്കാളും മാത്സിനെക്കാളും ബയോളജിയെക്കാളും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒന്നിലും നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഭാവിയിൽ നിങ്ങൾ ഇപ്പൊ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ പേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്നൊന്നും ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പറ്റില്ല. എന്നാൽ കോൺഫിഡന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ മക്കളെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തന്നെ നേടിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിന്റെ കാര്യം ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ പേടിക്കാതെ വളരെ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് ഉറപ്പായിട്ടും ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഫിസിക്സിലെ ഈ പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് മക്കൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമ്മൾക്ക് ലാബ് ചെയ്യാനുണ്ടായിരിക്കുക. അതായത് രണ്ട് എക്സ്പെരിമെന്റ്സ് ആണ് നമ്മൾ ലാബിൽ ചെയ്യാനുണ്ടായിരിക്കുക. ഫിസിക്സ് എക്സാമിന് രണ്ട് എക്സ്പെരിമെന്റ് നമ്മൾ പെർഫോം ചെയ്ത് കൊടുക്കണം. അതില് +1 നിന്ന് ഒരു എക്സാമും +2 നിന്ന് ഒരു എക്സാമും ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതായത് +1 ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സ്പെരിമെന്റും അതുപോലെ +2 ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് മറ്റൊരു എക്സ്പെരിമെന്റും ആണ് ഉണ്ടാവുക. ഇതിൽ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് +1 നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സിന്റെ ലിസ്റ്റ് ആണ്. +1 നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് ഇതിൽ എല്ലാം മക്കൾ ചെയ്തിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. ഇതിലെല്ലാം മക്കൾ ചെയ്യില്ല. ഇതിൽ ചിലതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ചെയ്യാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി നമ്മുടെ വെർനിയർ കാലിപ്പർ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ ആ ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ വെർനിയർ കാലിപ്പർ വെച്ച് സിലിണ്ടറിന്റെ റേഡിയസ് കണ്ടുപിടിക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ സ്ഫിയറിന്റെ റേഡിയസ് കണ്ടുപിടിക്കുന്നതെല്ലാം നിങ്ങൾ വെർനിയർ കാലിപ്പർ വെച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. രണ്ടാമതായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും ചെയ്യാൻ സാധ്യതയുള്ള ഒന്നാണ് സ്ക്രൂ ഗേജ് എന്ന് പറയുന്നത്. നമ്മുടെ സ്പിറോമീറ്റർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കോമൺ ബാലൻസ് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കാൻ സാധ്യത കുറവാണ്. എന്നാലും ചില സ്കൂളുകളെല്ലാം കോമൺ ബാലൻസ് ചെയ്യിപ്പിക്കാറുണ്ട്. പാരലലോഗ്രാം മെജോറിറ്റി സ്കൂളുകളും ചെയ്തു കൊടുക്കാറുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഒക്കെ കുറവാണ്. മൊമെന്റ് ബാർ എന്തായാലും എല്ലാ സ്കൂളുകളും ചെയ്തിട്ടുണ്ടായിരിക്കും. യങ്സ് മോഡൽസ് ചെയ്യാൻ സാധ്യത കുറവാണ്. ഹെലിക്കൽ സ്പ്രിംഗ് എന്ന് പറയുന്നത് മെജോറിറ്റി നിങ്ങളുടെ സ്കൂളിൽ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ സർഫസ് ടെൻഷനോ ന്യൂട്ടൺസ് ലോയോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മറിച്ച് സിമ്പിൾ പെൻഡുലത്തിനായിരിക്കും ചാൻസ് കൂടുതലായിട്ടുള്ളത് അല്ലെ. ഇങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് എക്സ്പെരിമെന്റ്സ് ഇതിന്റെ അകത്ത് ചിലതെല്ലാം നിങ്ങളുടെ സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവും, ചിലതൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഇതിൽ നിന്നും ഒരു 7 എക്സ്പെരിമെന്റ് പോട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതന്നെ 7 എക്സ്പെരിമെന്റ്സ് നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് എന്ത് ചെയ്യാം, പാർട്ട് 7 അകത്ത് നിന്ന് ചോദിക്കാം. ഇതിന്റെ അകത്ത് നിന്ന് നിങ്ങളുടെ ലാബിൽ എടുത്ത, നിങ്ങളുടെ സ്കൂളിൽ എടുത്ത 7 എക്സ്പെരിമെന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. അതേപോലെ പാർട്ട് ബിയിലേക്ക് വന്നാൽ +2 ടോപ്പിക് ആണ്. അതിൽ ഓംസ് ലോ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അതേപോലെ ഗാൽവനോമീറ്ററിന്റെ ഹാഫ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ചെയ്യാൻ സാധ്യത കുറവാണ്. കൺവേർഷനും ചെയ്യാൻ സാധ്യത കുറവാണ്. കോൺകേവ് മിററും കോൺവെക്സ് മിററും ഉറപ്പായിട്ട് മക്കൾ ചെയ്തിട്ടുണ്ടായിരിക്കും. കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ പ്രിസം അല്ലെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്തായാലും മക്കൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എന്താണ് n = sin a+d/2 ഡിവൈഡഡ് ബൈ sin a/2 എന്ന് പറഞ്ഞ് നമ്മൾ പ്രിസം വെച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്ന ഒരു ഭാഗമുണ്ട് അല്ലെ. അതേപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് സ്ലാബ് എന്ന് പറയുന്ന യൂസിങ് ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് ദെൻ സാധ്യത കുറവുള്ളതാണ്. ലിക്വിഡ് ലെൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ വാല്യൂ കിട്ടൽ കുറച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ, എക്സ്പെരിമെന്റ് തിയറിയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ എളുപ്പമാണ്, ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. PN ജംഗ്ഷൻ ഡയോഡും ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 7 എക്സ്പെരിമെന്റ്സ് മക്കൾ എന്തായിട്ടുണ്ടാവും, ഇതിന്റെ അകത്ത് ഏതെങ്കിലും 7 എക്സ്പെരിമെന്റ്സ് +2 നിന്നും മക്കൾ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7 14 എക്സ്പെരിമെന്റ്സ് ആണ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരിക്കുക. സോ +1 നിന്ന് ഉറപ്പായിട്ടും ഒരു എക്സ്പെരിമെന്റ് ഉണ്ടായിരിക്കും, +2 നിന്നും ഉറപ്പായിട്ടും ഒരു എക്സ്പെരിമെന്റ് ഉണ്ടായിരിക്കും. നമ്മളിപ്പം ടോട്ടലി നമ്മൾ ചെയ്യുന്നത് 14 എക്സ്പെരിമെന്റ്സ് ആണ്. ഫിസിക്സിന്റെ അകത്ത് നമ്മൾ ടോട്ടൽ നമ്മുടെ ലാബിൽ ചെയ്തിരിക്കേണ്ടത്, നമ്മുടെ റെക്കോർഡിന് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ 14 എക്സ്പെരിമെന്റ്സ് നിങ്ങൾ എന്താക്കണം, ചെയ്തിട്ടുണ്ടാവണം. അതിൽ 7 എണ്ണം +1 നിന്നും 7 എണ്ണം +2 നിന്നും ആയിരിക്കണം. ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ അങ്ങനെ തന്നെയാണെന്നാണ് സർ വിശ്വസിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഇതാണ് നമ്മുടെ വീഡിയോയിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്, നിങ്ങൾ ലാബിലേക്ക് കയറുന്നു, ലാബിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ കുറച്ച് പേപ്പേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അതിൽ പോയിട്ട് ഒന്ന് പിക്ക് ചെയ്യും. സോ ആ പേപ്പറിന്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ട എക്സ്പെരിമെന്റ് ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ആ എക്സ്പെരിമെന്റിന്റെ 2 എക്സ്പെരിമെന്റിന്റെയും
പ്രിൻസിപ്പിളും തിയറിയും നിങ്ങൾ എഴുതി കൊടുക്കുക. ഒരു എക്സ്പെരിമെന്റിന്റെ തിയറിയും പ്രിൻസിപ്പിളും എഴുതി കൊടുക്കുന്നതിന് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 5 മാർക്കാണ്. 5 മാർക്ക് കിട്ടും. രണ്ടാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതൊക്കെ കാണിച്ചു കൊടുക്കുക, ഇൻവിജിലേറ്ററിന് കാണിച്ചു കൊടുക്കുക. 2 ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഒന്ന് നിങ്ങളെ പഠിപ്പിച്ച ടീച്ചറും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് വന്ന ടീച്ചറും ഉണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ആ വന്ന ടീച്ചർക്ക് നിങ്ങൾ ചെയ്തു വെച്ച ആ പ്രിൻസിപ്പിളും തിയറിയും ടേബിളാർ കോളമൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കുക. ദെൻ അതിനുശേഷം നിങ്ങൾ അപ്പാരറ്റസിന്റെ അടുത്തേക്ക് പോകും. നിങ്ങൾക്ക് എന്ത് എക്സ്പെരിമെന്റ് ആണോ ചെയ്യാനുള്ളത് ആ അപ്പാരറ്റസിന്റെ അടുത്തേക്ക് പോകും. സോ ആ അപ്പാരറ്റസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട്, എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അപ്പാരറ്റസ് സെറ്റ് ചെയ്യുന്നതിന് 2 മാർക്ക് കിട്ടും. പിന്നെ വരുന്നത് എക്സ്പെരിമെന്റ് നല്ല അടിപൊളിയായിട്ട് കിഡിലോസ്കി ആയിട്ട് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അതിനാണ് മക്കളെ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടുന്നത്. എക്സ്പെരിമെന്റ് നല്ല സെറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 6 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ദെൻ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ പല മക്കളും തെറ്റിക്കുന്ന കാര്യമാണ്, കാൽക്കുലേഷനിൽ SI യൂണിറ്റും അതുപോലെ തന്നെ അതിന്റെ കൺക്ലൂഷൻസും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 4 മാർക്കാണ് നഷ്ടപ്പെടുക. സോ ഈ 4 മാർക്ക് ബോധക്കുറവ് കൊണ്ട് വരുത്തുന്ന 4 മാർക്കാണ്, നഷ്ടപ്പെടുത്തുന്ന 4 മാർക്കാണ്. സോ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ദെൻ വൈവ, ഒരു എക്സ്പെരിമെന്റിന് വൈവയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് 1 മാർക്കാണ്. വൈവയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ വീഡിയോ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വൈവയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടും. ദെൻ അതിനുശേഷം 1 മാർക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കുക ടോട്ടൽ സ്കോർ. ഒരു എക്സ്പെരിമെന്റ് ചെയ്താൽ എന്റെ മക്കൾക്ക് കിട്ടുന്നത് 18 മാർക്കാണ്. അപ്പൊ 2 എക്സ്പെരിമെന്റ് ചെയ്താലോ 18 × 2 36 മാർക്ക് കിട്ടും. ഇനി നല്ല വെടിപ്പായിട്ട് ഉറക്ക് കളഞ്ഞ് നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള, ചീത്ത കേട്ടിട്ട് നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള സൈൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ടീച്ചറെ പുറകെ നടന്ന് സൈൻ വാങ്ങിച്ചെടുത്ത നിങ്ങളുടെ റെക്കോർഡിന്റെ മാർക്ക് എത്രയാണെന്നറിയോ? 4 മാർക്ക്. ഈ 4 മാർക്കും കൂടെ കിട്ടിയ ടോട്ടൽ നിങ്ങൾക്ക് 40 മാർക്ക് നമ്മുടെ ലാബിന് ഉണ്ടായിരിക്കും. സോ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ആ 1 മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാവും. വൈവ ഭയങ്കരമായിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വൈവക്ക് 1 മാർക്കാണ്, അത് ഏറെക്കുറെ എല്ലാവർക്കും വിട്ടു കൊടുക്കാറുണ്ട്. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, അപ്പാരറ്റസ് സെറ്റ് ചെയ്യുക, അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുക. പിന്നെ പ്രിൻസിപ്പൽ തിയറി കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. അതിൽ തന്നെ പ്രിൻസിപ്പളും അതിന്റെ ഇക്വേഷൻസും ആണ് നിങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ വലിച്ചു വാരി നിങ്ങൾ എന്താക്കണ്ട, അതിന്റെ പ്രൊസീജിയർ ഒന്നും കാണാതെ പഠിച്ചു പോകുന്നു വേണ്ട. പ്രൊസീജിയർ ഒന്നും എഴുതി കൊടുക്കാൻ വേണ്ടി പറയൊന്നുമില്ല. നിങ്ങൾക്ക് എന്തുമാത്രം മതി, അതിന്റെ പ്രിൻസിപ്പൽ കൃത്യമായിട്ട്, തിയറി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റിയാൽ മാത്രം മതി. സോ അടിപൊളിയായിട്ട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എക്സാം കണ്ടക്ട് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാം. ഉറപ്പായിട്ടും എയ്ഗണ് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇനിയും എക്സ്പെരിമെന്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് എക്സ്പെരിമെന്റ്സ് നമ്മുടെ ചാനലിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എക്സ്പെരിമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. ഓക്കേടാ.